ഞാൻ ഏത് സ്റ്റേജിൽ നിന്ന് അവർ ഫസ്റ്റ് അറിഞ്ഞിട്ടില്ല. എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ താല്പര്യം ഉണ്ടായിട്ട, തീരെ താല്പര്യം ഉണ്ടായിട്ടാ. ആടെ എങ്ങനെ റിക്കവർ എത്തിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ സൂയിസൈഡ് ഒന്നിനും പരിഹാരമല്ല ആക്ച്വലി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് കൂട്ടിക്കൊടുത്ത് നീ അങ്ങനെ ആക്കി ഒരു പാർട്ട്ണർ എന്തെങ്കിലും ഒരു തെറ്റ്, ഐ മീൻ വേറൊരാളെ നമ്മളെക്കാളും സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോ അവരെ ചോരയിൽ ഓടുന്നത് എന്താണെന്നുള്ള മനസ്സിലാവും. അതിനുശേഷം എനിക്ക് കുറെ എവിഡൻസ് കാണിച്ചു തരും. ഞാനാ പിന്നെ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, മേനു ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് എല്ലാവരും അറിയിക്കണം. ഇത് പുറത്തു പറഞ്ഞാല് മരിച്ച ഒരാളല്ലേ, നമ്മ എന്തിനാ അവരെ നെഗറ്റീവ് ആക്കിയിട്ട് ഇടണം എന്നുള്ളൊരു ഇത് പറഞ്ഞുകൊണ്ടാണ്. എന്നാ പിന്നെ തെറ്റ് ചെയ്തവരെ നമ്മ തെറ്റുള്ള രീതിയിൽ തന്നെ കാണിക്കാ, പുറത്തിടാന്ന് പറഞ്ഞിട്ടും മേനു സമ്മതിക്കാത്തത്. അവർക്കറിയാം എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഞാനൊന്നും എന്നിട്ട് വരെ മാപ്പെടുത്ത് പോയിനി എല്ലാം. ഞാൻ അടുത്തൊന്നും പറഞ്ഞില്ല, നെഗറ്റീവ് പറയാൻ നിന്നിട്ട, ഒന്നും പറയാൻ നിന്നിട്ട. എന്ത് തെറ്റുണ്ടാലും ഞാൻ മിണ്ടാണ്ടിരിക്കും. ആദ്യമൊക്കെ ഇതുപോലത്തെ കുറെ ഫേക്ക് ന്യൂസ് കേട്ടിട്ടുണ്ട്. ഇതെന്താ ഇവര് ഒരു ബന്ധമില്ലാത്ത കാര്യം പറയണേ എന്നുള്ള രീതിയിൽ. അതിനുശേഷം അനുഭവം വന്നപ്പോ മോനെ കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ അത്രയും ഒരു ഇതായിട്ട് നിൽക്കുന്നത്? ഇത്രയും കാലം ഞാൻ എന്താ പറയാ, കുട്ടീനെ കാണാൻ പോകണം ധിക്കരിച്ച് ഞാൻ പോയിട്ടൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുള്ള ആടെ ഒരുപാട് ഭയങ്കര അടിയും ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്റെ അടുത്തും കാണാൻ വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആരും കുഞ്ഞിന്റെ പേരും പറഞ്ഞ് വരണ്ടാന്ന്. നമ്മളൊരാള് നീ കൊന്നെന്നല്ല പറയുമ്പോ എത്ര വിഷമം ഉണ്ടാവും. കുട്ടീനെ ബക്കറ്റിൽ മുക്കി കൊല്ലാൻ നോക്കി, ഇതൊക്കെ കേൾക്കുമ്പോലേ എന്തോ പറഞ്ഞാൽ മനസ്സിലായില്ല. അത്രക്കും എന്റെ ജീവിത അനുഭവത്തില് ഞാൻ അറിയാണ്ട് ഞാൻ ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ എന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഏത് സ്റ്റേജിൽ നിന്ന് അവര് ഫസ്റ്റ് അറിഞ്ഞിട്ടില്ല. കുറെ കാലം ഞാൻ ഏത് സ്റ്റേജിലാണെന്ന് അവര് മനസ്സിലാക്കിയില്ല. ഒന്നും ഇതിപ്പോ എന്റെ കുട്ടീനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്ക് ഇങ്ങനെ ചോദിച്ച് വിഷമാന്ന് ഒരേ ചോദിക്കുമ്പോ കുട്ടീന്റെ കൂടെ വീഡിയോ എടുക്ക്. ഇപ്പൊ മിനിയാന്റെ വീഡിയോയിൽ വരെ അതിന്റെ കമന്റ് റിപ്ലൈ ഉണ്ട്, കുട്ടീന്റെ കൂടെ സഫറിന്റെ വീഡിയോ എടുക്കാത്തത്. കാണാൻ ആഗ്രഹം ഇല്ലാട്ടോ അല്ലെങ്കിൽ ബാക്കിൽ പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്കാണ് അതിന്റെ ബുദ്ധിമുട്ടായിരുന്നു. അത് വീട്ടുകാർ അനുഭവിച്ചൊരു ഇതായതുകൊണ്ട് തന്നെ കുറെ ഞാൻ കാരണം അങ്ങനായി ഇങ്ങനായി നല്ല ഇവരിപ്പോഴും ഒരു തെറ്റും ചെയ്യാണ്ടല്ലേ പോസ്കോ കേസ് എന്ന് പറയുന്നതിൽ ഇങ്ങനെ നടക്കേണ്ടി വരുന്നത്, ഫാമിലി മൊത്തം. നിങ്ങൾ ഡിവോഴ്സ് ആയി എന്നുള്ള കുറെ കാര്യങ്ങൾ കേട്ടു. നിങ്ങൾ ആരെ ഡിവോഴ്സ് ആക്കിയത് ശരിക്കും? കുറെ മീഡിയക്കാരെത്തിട്ട് നമ്മള് കുറച്ചു കാലം സോഷ്യൽ മീഡിയയിലിട്ട് ഒന്ന് ഗ്യാപ്പ് കൂട്ടി ഓരോ കഥകൾ ഉണ്ടാക്കുന്നു. ഓരോ ദിവസം നീ ഒഴിവാക്കിയോളെ, ഇതാക്കിയാ പോയവള്, എന്ത് കഥ എന്തെല്ലോ പറഞ്ഞ്. ബേബീനെ ഉദ്ദേശിച്ച് അവസാനം ബേബി എന്റെ കൂടെ അല്ല എന്നിട്ട് അപ്പോഴാണ് അതിന്റെ ബാക്കിലൊരു സ്റ്റോറിയും കൂടി. അപ്പോഴത്തേക്ക് സാധനം ഫുള്ള് സ്പ്രെഡായി വൈറലായി. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആക്കി എല്ലാ മീഡിയക്കാരെത്തിട്ട് ഇതിനാഘോഷിച്ചു. എന്താ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഫാമിലിക്ക് ഒരു ഇഷ്യൂ അല്ലേ ഇത്. അവര് പുറത്തിറങ്ങുന്ന ആൾക്കാരല്ലേ, അവർക്കൊരു വിഷമം ഫീൽ ചെയ്യണം. ശത്രുക്കൾ ഉണ്ടല്ലോ, ഐ മീൻ സോഷ്യൽ മീഡിയയിലെ ശത്രുക്കൾ. ഐ മീൻ എനിക്ക് പേഴ്സണൽ അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഞാൻ വർക്കിംഗ് സൈറ്റിൽ വരെ ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് ഓനെ അഭിനയിക്കാൻ പാടില്ല, ഓനെ ഇതാക്കാൻ പാടില്ല, എന്റെ എല്ലാ കാര്യങ്ങളും റൂട്ടും ക്ലോസ് ആക്കി വെച്ച ടീമുണ്ട്. വർക്ക് ചെയ്യുന്നിടത്തും ഇവരിങ്ങനെ ചെയ്യുന്നത് എന്താ പറയാ, പല രീതിയിൽ നാട്ടിലും വീട്ടിലും ഇപ്പോഴും ഫോക്കസ് ചെയ്ത് വരുന്നുണ്ട്. എല്ലാ രീതിയിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ കുറെ നടത്തിയിട്ടുണ്ട്. കുറെ തന്നെ എന്താ പറയാ വർക്കുള്ളടത്തും കുറെ വർക്ക് പെൻഡിങ് ആയതും ഒരുപാട് ബുദ്ധിമുട്ടിന്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. വെൽക്കം ബാക്ക് ടു മഴവിൽ കേരളം. ഇന്ന് എന്റെ കൂടെയുള്ള നല്ല ബ്യൂട്ടിഫുൾ കപ്പിൾസ് ആണ് മെഹനു ആൻഡ് സഫ. രണ്ടുപേർക്കും മഴവിൽ കേരളത്തിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ പുതിയ വിശേഷങ്ങൾ? ഇങ്ങനെയാ പോകുന്നു ലൈഫ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഡിവോഴ്സ് ആയി എന്നുള്ള കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടു. നിങ്ങൾ ആരെ ഡിവോഴ്സ് ആക്കിയത് ശരിക്കും? അറിയില്ല, കുറെ നമ്മളറിയില്ല. കുറെ മീഡിയക്കാരെത്തിട്ട് നമ്മള് കുറച്ചു കാലം സോഷ്യൽ മീഡിയയിലിട്ട് ഒന്ന് ഗ്യാപ്പ് കൂട്ടി. പിന്നെ ഒന്നാമത് ഒരു ഫോൺ ഡാമേജ് ആയപ്പം പിന്നെ റെഡി ആക്കണ്ട, കുറച്ചു കാലം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു.
ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മളറിയാണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ കയറുന്നില്ല നോക്കുന്നില്ല. ആ സമയത്ത് കുറെ ആളിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ടാകുമ്പോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോ കുടുംബക്കാരെല്ലാം ചോദിക്കുന്നു, നീ ഒഴിവാക്കിയാളെ, ഇതാക്കിയാ പോയവള്, എന്ത് കഥ എന്തെല്ലോ പറഞ്ഞു. പിന്നെയാണ് നമ്മിങ്ങനെ ഇത് നോക്കുന്നത്, ചാനല് സംഭവങ്ങളെല്ലാം കാണുമ്പോ പിന്നെ ആ ഷോക്കായി പോയി. കുറച്ച് ഭയങ്കരത്തില്. ഗ്യാപ്പ് വന്നപ്പോ ആൾക്കാര് പറഞ്ഞുണ്ടാക്കിയത്. പിന്നെ ഓള് എപ്പെങ്കിലും ഇപ്പം അങ്ങനെ വീട്ടിലേക്ക് പോകാൻ തോന്നി വീട്ടിൽ പോവും, ഉം. നിക്കും. അങ്ങനെയൊക്കെ നോർമലി ആണ്. എന്താ പറയാ, പനിമാനെ കാണാൻ പോകും, സ്വാഭാവികമല്ല എല്ലാരും പോകുന്നത്. ആ പോക്കെല്ലാം ഡൈവേഴ്സ് ആയിട്ട് പോകുന്നത്. ഇത് കണ്ടപ്പോ എന്താ തോന്നി ശരിക്കും? സഫ അറിഞ്ഞപ്പോ എന്താ സഫയ്ക്ക് തോന്നി? ഞാൻ അറിയാതെ ഡിവോഴ്സോ? അല്ല, ഓൾറെഡി ഫസ്റ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. ആദ്യമൊക്കെ ഇതുപോലത്തെ കുറെ ഫേക്ക് ന്യൂസ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഭയങ്കര വിഷമം ഇതൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ശീലായി. പിന്നെ ഇത് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ആദ്യമൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ബാഡ് ആയിട്ട് കമന്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഇരുന്ന് കരയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണോ? കരഞ്ഞില്ല, ബട്ട് ഞാൻ ഇങ്ങനെ പറയും, ഇതെന്താ ഇവര് ഒരു ബന്ധമില്ലാത്ത കാര്യം പറയണേ എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പറയും, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഇങ്ങനെ ഇല്ലാത്ത കഥകൾ വരുന്ന മുന്നേ സോഷ്യൽ മീഡിയ കാണുമ്പോ എല്ലാം വിശ്വസിക്കുമായിരുന്നു. ഇങ്ങനെ ഈ ആക്ടേഴ്സിന്റെ ആണെങ്കിലും എല്ലാം വിശ്വസിക്കുമായിരുന്നു. അതിനുശേഷം അനുഭവം വന്നപ്പോ ഓരോ സിനിമാ നടന്മാരുടെ കാര്യം ഓരോ വീഡിയോസിൽ നമ്മൾ ബ്ലോഗർമാർ ഇടുന്നില്ലേ, ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് അവരെ ചരിത്രങ്ങള് അങ്ങനെ ഇങ്ങനെ, അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിശ്വസിക്കുമല്ലേ. പക്ഷെ പിന്നെ അകലോൾ ഇങ്ങനെ മനസ്സിലാക്കി അതും വെറുതെ ഇങ്ങനെ അവർ തോന്നുന്ന പറഞ്ഞുണ്ടാക്കുകയാണല്ലോ എന്നുള്ള രീതി. ഇപ്പൊ സഫ അതിനോടൊക്കെ പൊരുത്തപ്പെട്ടു വന്നിരിക്കുന്നുണ്ട്. കേൾക്കുമ്പോ ഒന്നും തോന്നാറില്ല. ഇങ്ങനെ സ്കിപ്പ് ഒക്കെ ചെയ്ത് പോകുമ്പോഴത്തേക്ക് കോളേജിലേക്ക് പോകുമ്പോഴത്തേക്ക് കാണും, അടുത്ത ഇതാണോ, ശരി, അങ്ങനത്തെ ഒരു മൈൻഡാണ് ഇപ്പൊ പുള്ളിക്കാരിക്ക് അല്ലേ? ആണ്. മെഹനു എന്താ പറയാറുള്ളത് ഇങ്ങനെയൊക്കെ കാണുമ്പോ? മേനുവിന് പിന്നെ അതിലും കൂടുതൽ ശീലമായി. ഞാൻ ഫസ്റ്റ് പറയും, എനിക്ക് കേട്ട സമയത്ത് ഭയങ്കര വിഷമൊക്കെ ഉണ്ടായപ്പോ മേനു എങ്ങനെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നേന്ന് ഞാൻ ചോദിക്കലുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ട്രോളൊക്കെ വന്ന ഒരു വ്യക്തിയാണ് മെഹനു അല്ലേ? എന്താ പറയാ, ട്രോളൊക്കെ ഓർമ്മ ഉണ്ടാവല്ലോ അല്ലേ? ട്രോള് പഴയ മറ്റേ എന്താ പറയാ വർക്ക് ആൽബം വർക്കിന്റെ ഒക്കെ ട്രോള് വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അങ്ങനെ എൻജോയ് ചെയ്ത് തന്നെ പോവുകയും ചെയ്യും അല്ലേ? ശരിക്കും സഫ എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാൻ ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് സെം എക്സാം കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ അത് ഫിനിഷ് ആവും. ശരിക്കും നിങ്ങളുടെ ഒരു മാരേജ് ലവ് സ്റ്റോറി ഉണ്ടാവുമല്ലോ അല്ലേ? ലവ് മാരേജ് ആണോ ശരിക്കും? അപ്പം ആ സ്റ്റോറി എന്താണെന്ന് കേൾക്കാൻ എന്നെ പോലെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അത് മാത്രല്ല ഫസ്റ്റ് ടൈം ആണ് അല്ല ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ട്. എനിക്ക് കുറച്ച് ആകാംക്ഷ പേഴ്സണലായിട്ട് പറഞ്ഞാ മതിയോ? ഇല്ല, ഇപ്പൊ ഇവിടെ തന്നെ പറയണം, നമ്മുടെ മഴവിൽ കേരളത്തിന്റെ പ്രേക്ഷകരും എല്ലാരും കാണട്ടെ. പറഞ്ഞോ. ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത് നീണ്ട കഥയല്ലേ. പിന്നെ ഒന്നാമത് നമ്മള് ഒരു വീഡിയോ എന്തോ ആക്കി ഇട്ടിട്ടേ പറഞ്ഞിട്ടുണ്ട് നമ്മ ചാനലില്, നമ്മളെ തന്നെ ചാനലില്. എന്നാലും നമ്മളൊരു ഇന്റർവ്യൂല് പറയുമ്പോ ഒരു പ്രത്യേക ഒരു വെറൈറ്റി ആണല്ലോ. കൂടുതലായിട്ടൊന്നുമില്ല. വേന ഷൂട്ടിങ്ങിനൊക്കെ ഇങ്ങനെ പല സ്ഥലത്ത് വരുന്നല്ലേ. അപ്പൊ അങ്ങനെ ആലുവയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ആലുവയിൽ വർക്ക് ചെയ്തുണ്ടായത്. അങ്ങനെ മേനുവിനെ കണ്ടിട്ട് ഞാൻ പരിചയപ്പെട്ടായിരുന്നു. കുറച്ച് നാളെ ഷൂട്ടിങ്ങിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട് ഫസ്റ്റ് നല്ല ഫ്രണ്ട്ലി ടൈപ്പ് ആയിരുന്നു. പിന്നെ പുള്ളീന്റെ സ്റ്റോറി എല്ലാം കേട്ടപ്പോ ഒരു ഇമോഷണൽ ആയിരുന്നു, ഒരു സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പതിയാണ് ഇങ്ങനെ ഒരു റിലേഷനിലേക്ക് വന്നത്. വലിയ സ്റ്റോറി ഒന്നുമില്ല. വീട്ടിലെങ്ങനെയായിരുന്നു? കാരണം മെഹനുവിന്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഫാമിലി എങ്ങനെ? ഫസ്റ്റ് കുറച്ച് എതിരുണ്ടായി, ഇങ്ങനെ ഒരു ഇതൊക്കെ ആയി. പിന്നെ വലിയ കുഴപ്പമില്ല, എന്റെ ഇഷ്ടത്തിന് നിക്കണ ഒരു ഫാമിലി തന്നെ. ശരിക്കും കല്യാണം എങ്ങനെയായിരുന്നു? എന്താണ് മെഹൻ ഒന്നും മിണ്ടാത്തത്? ഓളോട് പറയല്ലേ അത് കഴിഞ്ഞിട്ട് മാരേജിനെ കുറിച്ച് ഞാൻ മെഹനോട് ചോദിക്കാണ്, എന്താ പറയാനുള്ളത്? അതായത് ഇപ്പം ഓളോട് ചോദിച്ചാൽ ഫാമിലി ഇപ്പം രണ്ട് ഫാമിലിയിലും എതിർപ്പായിരുന്നു. അത് ലോങ്, പിന്നെ അങ്ങനെയുള്ള ഒരു എതിർപ്പ് ഫസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മള് എന്താ പറയാ ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു ഇതായത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഭയങ്കര ഡിപ്രഷൻ ഒരു സ്റ്റേജിലായിരുന്നു. മൈൻഡൊക്കെ ഭയങ്കര കട്ടായിരുന്നു. പിന്നെ എന്നാലും ഒന്നിനും വർക്ക് ചെയ്യണമെന്ന് എന്താ പറയാ ഒന്നിലേക്കൊരു താല്പര്യം അല്ലെങ്കിൽ എൻ്റെ ഇത് ഭയങ്കര ഫിസിക്കലി ഡൗൺ ആയി. പിന്നെ എന്താ പറയാ ഇപ്പം ഓരോ ചാനൽ മീഡിയക്കാരാണ്. ഇപ്പൊ ഞാൻ നോർമലി ആൽബം ആക്ട് ചെയ്യാൻ പോയാലും ആടുന്നൊക്കെ നമുക്ക് ഈ വേറെ ശത്രുക്കൾ ഉണ്ടല്ലോ, ഐ മീൻ സോഷ്യൽ മീഡിയയിലെ ശത്രുക്കൾ കേട്ടോ. ഐ മീൻ നമുക്ക് പേഴ്സണലി അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഞാൻ വർക്കിംഗ് സൈറ്റിൽ വരെ ഓരോ ആൾക്കാർ വിളിച്ചിട്ട് ഓനെ അഭിനയിക്കാൻ പാടില്ല, ഓനെ ഇതാക്കാൻ പാടില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും റൂട്ടും ക്ലോസ് ആക്കി വെച്ച ടീമുണ്ട്.
കുറെ ആൾക്കാർ അവര് എന്താന്ന് ഇങ്ങനെ ചെയ്യുന്ന അറിയില്ല. കുറെ ആൾ എന്നോട് പറഞ്ഞു നിന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു നിന്നെ അഭിനയിപ്പിച്ചുകൂടാ, അല്ലെങ്കിൽ നിന്നെ എന്താ വർക്കിൽ ഇതായിക്കൂടാ, നിനക്ക് കേസ് ഉണ്ട്, കേസിൽ പറയുന്നുണ്ട്. അപ്പൊ അഡ്വക്കേറ്റിനോട് ചോദിക്കും, അഡ്വക്കേറ്റ് കേസിലുള്ളവർക്ക് അത് ജീവിക്കണ്ടേ, അവർക്ക് പണിയെടുക്കണ്ടേ. ഇങ്ങനെ ഒരു പണിയെടുക്കുന്ന സമയത്ത് അവരെ വർക്കും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാല് അങ്ങനെ തന്നെ കുറെ നടത്തിയിട്ടുണ്ട്. കുറെ തന്നെ എന്താ പറയാ വർക്കുള്ളടത്തും കുറെ വർക്ക് പെൻഡിങ് ആയതും ഒരുപാട് ബുദ്ധിമുട്ടിന്. പിന്നെ മോനുമില്ല, മോനെ കിട്ടാൻ കുറെ ഓടി. ആടെ പോയി കഴിഞ്ഞാല് ഓരോ കഥകൾ ഉണ്ടാക്കുന്നു ഓരോ ദിവസം. പിന്നെ ഞാൻ കാണാൻ പോകുന്നില്ല, കാണാൻ പോയാൽ കാണിക്കുന്നില്ല. ആടുന്ന് DYSP ഓഫീസിൽ നിന്നും ആടുന്ന് കോള് വന്നിട്ട് നീ ആടെ പോകാൻ പാടില്ല, നിനക്ക് കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ നീ ലീഗലായിട്ട് ഇതാക്കണം, അങ്ങനെ ആക്കണം, എന്താ പറയാ അങ്ങനെ പല രീതിയിലും. നമ്മൾ നോർമലി ഇപ്പം അതിലാണ് ഞാൻ അവളോട് തളർന്നു പോയതെന്ന് വെച്ചാൽ ഭയങ്കര ഇതായി. ഓളിനെ ഫസ്റ്റ് പറയാം നമുക്ക് പോയി കാണാം, നമുക്ക് പോവാം. പിന്നെ ഒന്നാമതെ എൻ്റെ ഫാമിലി ഞാനിങ്ങനെ എതിർത്തിട്ട് കുഞ്ഞിനെ കാണാനും അതേപോലെ എന്താ പറയാ വൈഫിന്റെ കവറിന്റെ അടുത്തേക്കെല്ലാം ഞാൻ ജസ്റ്റ് പോയാലൊക്കെ ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കും. പല രീതിയിൽ വേറെ ഓഫീസിൽ നിന്ന് കേസ് എടുക്കും, അങ്ങനെ ആക്കും. പിന്നെ എന്താ പറയാ ആളെ കവറിന്റെ അടുത്ത് പോയിട്ട് ഒരു പുല്ല് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അതിന് വേറെ കേസ്, എന്തോ അവിടെ നീതി പറിച്ചെടുത്ത്, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ടോക്കിങ്, ഒരു ഭയങ്കര ഹറാസ്മെന്റ് ചെയ്തിട്ടാണ് ലൈഫ് ഇങ്ങനെ എത്ര കാലം പോയിക്കൊണ്ട്. എന്താ പറയാ ഞാൻ എന്ത് ചെയ്തിട്ട് നമുക്ക് പിടുത്തം കിട്ടിയിട്ടേ ഇല്ല. കാരണം എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ലാനുള്ള ഒരു ധൈര്യവും ഒരു ഇത്. പക്ഷെ നമ്മളെ മനസ്സിൽ ഒരാൾ പാർട്ട്ണർ പോയിന്റ് ഒരു വിഷമം, അത് എങ്ങനെ ഓഡിയൻസിന് പറഞ്ഞാൽ മനസ്സിലായില്ല. അങ്ങനത്തെ അവസ്ഥയിൽ അവർ എന്നെ പറയുന്നത്, മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നത് അങ്ങനെ. അതൊക്കെ കഥ വേറെ. അതിൽ നല്ല എനിക്ക് ഒന്നാമത് ഓർക്കാനോ പിടിക്കാനോ താല്പര്യമില്ല. അതിൽ നല്ല റിക്കവർ ആയി. പിന്നെ ഞാൻ പുതിയൊരു ലൈഫിലേക്ക് വന്ന് എല്ലാം മാക്സിമം, കാരണം അവർക്ക് ഇല്ലാതെ എന്നെ ഇങ്ങനെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കഥ കേട്ടിട്ടാകുമ്പോൾ നല്ല ഫീൽ ആയി. പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്നവർ അങ്ങനെ പറയുമ്പോൾ നല്ല വിഷമമുണ്ട്. ആ ഒരു ഫീലിങ്സ് എല്ലാം കഴിഞ്ഞ് കടന്നു വന്ന് ഞാൻ എല്ലാം മറന്ന് പുതിയൊരു ലൈഫിലേക്ക് ഇങ്ങനെ പോകണം. അതിന്റെ ഇടയിലും ഇവിടെയും ഇങ്ങനെ തന്നെ അവര് ആ ടീം ഇങ്ങനെ നമ്മളെ ഉപദ്രവിക്കാന്നുള്ളൊരു ലക്ഷ്യം. എൻ്റെ ഈ മഴവിൽ കേരളം എന്ന് പറയുന്നതിൽ തന്നെയാണ് എൻ്റെ സ്റ്റാർട്ടിങ് സമയത്തുള്ള കുറച്ച് ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ. അതേപോലെ എന്താ പറയാ അതിലും ഞാൻ മാക്സിമം ഒന്നും എന്താ പറയാ ഒരു പഴയ ഓർക്കാൻ നമ്മളാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വെറുതെ എന്താ പറയാ എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാനുള്ള പറഞ്ഞിട്ട് ഇതാക്കായിരുന്നു. അവരാരോ രക്ഷിക്കാനോ അവരൊക്കെ ഇല്ലാത്തൊരിത് നമുക്ക് എന്തിനു വിചാരിച്ചു. പിന്നെ അങ്ങനെ മൈൻഡും നല്ല നല്ല ഓരോന്ന് പറഞ്ഞ് റെഡിയാക്കി. അതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ സഫയാണ് അല്ലേ? എന്തിനാണ് ഇങ്ങനെ പിറകെ ഇങ്ങനെ ത്രെട്ടനിങ് ചെയ്ത് വരുന്നതെന്ന് ചിന്തിക്കാറുണ്ട്. കാരണം എവിടെ പോയാലും ബ്ലോക്ക് ചെയ്യാണ്. ഇപ്പം ആക്ടിങ് ആണെങ്കിലും നമുക്ക് അതാണ് വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്തും ഇവരിങ്ങനെ ചെയ്യുന്നത് എന്താ പറയാ പല രീതിയിൽ നാട്ടിലും വീട്ടിലും ഇപ്പോഴും ഫോക്കസ് ചെയ്ത് വരുന്നുണ്ട്. എല്ലാ രീതിയിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ആവശ്യം എന്താണ് ശരിക്കും ഇങ്ങനെ അറിയാതെ. പിന്നെ ഒന്നാമത് നമ്മളെ ആ ഒരു കാര്യത്തിലാണ് ഫുള്ള് റീച്ചും അതിലുള്ള എല്ലാം വരുമാനമാണെങ്കിലും ക്യാഷ് ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യമായിരിക്കും. എന്തെങ്കിലും ഒരു കഥ കിട്ടിയാൽ അത് മാത്രം വൈറലാക്കുക. അതിലൂടെ നമുക്കത് മനസ്സിലായത്. കാരണം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം ഭയങ്കര ഞാൻ ഒറ്റ സ്റ്റോറി ഇട്ടില്ലാന്ന് അത്രയും സബ്സ്ക്രൈബും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരിക്കല് സഫ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സെപ്പറേറ്റ് ആയി നോ മോർ ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ അക്കൗണ്ടിൽ ഇടാൻ കാരണം? ഞാൻ ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. എന്റെ അക്കൗണ്ടിലല്ല ഇട്ടത്, അക്കൗണ്ടിലോ. എന്നോട് കുറെ ആൾക്കാർ അതിന്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്കൊന്നത് കുറച്ച് എന്താ പറയാ പെട്ടെന്നൊരു ഇംഗ്ലീഷിന്റെ അങ്ങനത്തെ ഞാൻ പറയാൻ ശ്രമിക്കും. പക്ഷെ ബഗീഡ് നമ്മൾ ചളിയാണ് വ്ളോഗ് ചെയ്യല് ഫുള്ള്. മുന്നൊക്കെ വേണമെങ്കിൽ ഞാൻ എന്തെല്ലോ പറഞ്ഞിങ്ങനെ ഇടും. പക്ഷെ ആ ആൾക്കാർ ആ രീതിയിൽ എടുക്കും. എന്നെ സ്ഥിരം കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ആ മൈൻഡിൽ എടുക്കും. അത് ഇതിപ്പോ എന്റെ കുട്ടീനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്ക് ഇങ്ങനെ ചോദിച്ച് വിഷമാന്ന് ഒരേ ചോദിക്കുമ്പോ കുട്ടീന്റെ കൂടെ വീഡിയോ എടുക്ക്. ഇപ്പൊ മിനിയാന്റെ വീഡിയോയിൽ വരെ അതിന്റെ കമന്റ് റിപ്ലൈ ഉണ്ട്. കുട്ടീന്റെ കൂടെ സഫ എന്താ വീഡിയോ എടുക്കാത്തത്, എന്ത് ഇതായിക്കൂടെ. ഇപ്പൊ മിനിയാന്ന് എടുത്ത വീഡിയോസിൽ വരെ കമന്റ് ഉണ്ട്. ഇതെല്ലാം കാണുമ്പോ പെട്ടെന്ന് നമ്മളെന്താ പറയാ കാണാൻ ആഗ്രഹം ഇല്ലാട്ടോ അല്ലെങ്കിൽ ബാക്കിൽ പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്കാണ് അതിന്റെ ബുദ്ധിമുട്ടിരുന്നത്. അത് വീട്ടുകാർ അനുഭവിച്ചൊരു വിധായത് കൊണ്ട് തന്നെ കുറെ ഞാൻ കാരണം അങ്ങനായി ഇങ്ങനായി നല്ല ഇവരിപ്പോഴും ഒരു തെറ്റും ചെയ്യാണ്ടല്ലേ പോസ്കോ കേസ് എന്ന് പറയുന്നതിൽ ഇങ്ങനെ നടക്കേണ്ടി വരുന്നത്. ഫാമിലി മൊത്തം, അതായത് എൻ്റെ ഉമ്മ അറിയേയില്ല, ഉമ്മ വന്നിട്ടേ ഇല്ല. പിന്നെ അതേപോലെ ഉപ്പാവും ഇവരെല്ലാം ഇങ്ങനെ ഈ അവരിങ്ങനെ നടക്കുന്നില്ലേ. ആ നടക്കുമ്പം നമുക്കൊരു ഇതുണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ലേ. പിന്നെ ഞാനവിടെ കുട്ടീനെ കാണാൻ പോയാൽ ഇവര് വേറെ എന്തെല്ലോ കഥ പറഞ്ഞുണ്ടാക്കിയിട്ട്
അതിലേക്ക് പറഞ്ഞു പോകുമ്പോൾ വീട്ടുകാരങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആ കാര്യത്തിലേക്ക് അങ്ങനെ ഇറങ്ങില്ല. കാരണം ഇപ്പൊ പോവണ്ട, നീ അങ്ങോട്ട് പോല, ഇൻഷാല്ലാ അള്ള വിധി കൂട്ടിയെങ്കിൽ നിന്റെ അടുത്ത് കുട്ടി വരും എന്നുള്ളൊരു വീട്ടുകാർ അങ്ങനെ പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കുന്നത്. അപ്പൊ അവരെ ഇനിയും ധിക്കരിച്ച് ഇത്രയും കാലം ഞാൻ എന്താ പറയാ കുട്ടീനെ കാണാൻ പോകണം ധിക്കരിച്ച് ഞാൻ പോയിട്ടൊക്കെ പ്രശ്നം ഉണ്ടായിട്ടേ ഉള്ളു. അവിടെ ഒരുപാട് ഭയങ്കര അടിയും ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് പെട്ടെന്ന് നമ്മളൊരാള് നീ കൊന്നു എന്നല്ല പറയുമ്പോ എത്ര വിഷമം ഉണ്ടാവും, താങ്ങാൻ പറ്റാത്ത അത്ര ഇതാണ്. അങ്ങനെ സ്നേഹിച്ച് കൊണ്ടുപോയതാണ് ഞാൻ. അപ്പോ അങ്ങനത്തെ ഒരാള് അങ്ങനെ ഭയങ്കര താങ്ങാൻ പറ്റാത്തൊരു ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം. പിന്നെ എല്ലാരും ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ ആ കാര്യം വിട്ട്. പിന്നെ കുട്ടീന്റെ കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ പറയാ, ഞാൻ നോർമലി പറഞ്ഞു നമ്മൾ ഒന്നിച്ചല്ല, നമ്മൾ വേറെ വേറെയാണ്, സെപ്പറേറ്റ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ മൈൻഡ് ഞാൻ പെട്ടെന്ന് മെയിൻ സംഭവം കമന്റ് വന്നാൽ പോലും ഇംഗ്ലീഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചിട്ട് ഇവളന്ന് ഉണ്ടായിട്ടില്ല എന്റെ അടുത്ത്. ഞാൻ അന്ന് പരിപാടിക്ക് അവളൊരു അവിടെ ഒരു എന്തോ ഫെസ്റ്റും പരിപാടിക്ക് പോയിട്ടുണ്ടായി. കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ ഇങ്ങനെ ചറവാറ ആ കുഞ്ഞിനെ പറ്റി ചോദിക്കും. അപ്പൊ ഇങ്ങനെ പെട്ടെന്നൊരു ഇത് വന്നപ്പോ ആ പെട്ടെന്ന് തോന്നിയ ഒരു മൈൻഡിൽ ഒറ്റ ഇടലിട്ടതാണ്. വേറെ ഒന്നും നോക്കിയില്ല. ഇതിൽ കാണുമ്പോൾ പഴയ മെസ്സേജ് എല്ലാം ഉണ്ടേ. ഇതിലിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊന്നിച്ചല്ല. അതിന്റെ ബാക്കിൽ തന്നെ തൊട്ട് ബാക്കിൽ തന്നെ ഞാൻ ബേബി കുറെ അപ്പാട് മെസ്സേജ് റിപ്ലൈ വന്നിനി ആരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അപ്പാടെ അടുത്ത് അങ്ങനെ ഒരു ഇത് വരുമല്ലോ എന്നിട്ട് അപ്പാടെ തന്നെ ഞാൻ വേറെ സ്റ്റോറി ഇട്ട് ബേബി അസാന് ബേബി എൻ്റെ ഇപ്പൊ ഉണ്ട്, ബേബീനെ ഉദ്ദേശിച്ച് അസാന് ബേബി എന്റെ കൂടെ അല്ല എന്നിട്ട് അപ്പാടന്നെ അതിന്റെ ബാക്കിലൊരു സ്റ്റോറിയും കൂടി. അപ്പോഴത്തേക്ക് സാധനം ഫുള്ള് സ്പ്രെഡായി വൈറലായി. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഇടുന്നാക്കി എല്ലാ മീഡിയ കാർ എത്തിയിട്ട് ഇതിനാഘോഷിച്ചു. ആണ് എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് ഫോൺ കംപ്ലൈന്റ് ആയത് അല്ലേ? അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ നമ്മള് സൈലന്റ് നമുക്ക് റിപ്ലൈ ഞാനിത് അറിഞ്ഞില്ല സ്റ്റോറി ഇട്ടത്. എന്റെ അടുത്ത് നെയ്ബറാ പറഞ്ഞത് ഇങ്ങനെ സ്റ്റോറി കണ്ടല്ലോ സെപ്പറേറ്റഡ് ആന്ന് പറഞ്ഞപ്പോ ഞാൻ പോയി ചോദിച്ചപ്പോഴാ മേനു പറയണ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെന്ന്. അപ്പൊ തന്നെ ഞാനും നല്ല ചീത്ത പറഞ്ഞു. ഇത് കാണുമ്പോ വ്യൂവേഴ്സ് ഇങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ സെപ്പറേറ്റഡ് ആയെന്ന്. അങ്ങനെ പറഞ്ഞിട്ടാവുമ്പോ ഡിലീറ്റ് ചെയ്ത് നബീലല്ലേ അനിയനാ ഡിലീറ്റ് ചെയ്തത്. എന്റെ അക്കൗണ്ട് അനിയന്റെ എല്ലാത്തിലും ഉണ്ട്. അവരപ്പൊ തന്നെ വേഗം കയറി അപ്പൊ ഡിലീറ്റ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് വീക്ക് ആയെങ്കിൽ ഞാൻ എന്തെങ്കിലും ടൈപ്പിംഗ് ഇടുമ്പോ എന്റെ സിസ്റ്റർ ഉണ്ട് ബ്രദറും ഉണ്ട്. എന്തെങ്കിലും ഞാനിങ്ങനെ പെട്ടെന്ന് ടൈപ്പ് ആക്കിയിട്ട് വിടുമ്പോ ജസ്റ്റ് സ്പെല്ലിങ് തെറ്റും. ആ സമയത്ത് ബ്രദറോ സിസ്റ്ററോ വേഗം കയറിയിട്ട് ശരിയാക്കിട്ടിടും. അവരും ഹാൻഡിൽ ചെയ്യാറുണ്ടല്ലേ? മെയിൻ ആയിട്ട് ഇപ്പൊ നോക്കുന്നത് ഫുൾ ആയിട്ട് ഇവളാണ്. അക്കൗണ്ട് മൊത്തം ഇവളയിൽ തന്നെ. ആ സ്റ്റോറി ഇട്ട പിന്നെ അവള് തന്നിട്ടില്ല, അക്കൗണ്ട് തരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാരണം ഇപ്പം അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സഭയും അതിന് കോൺസിക്വൻസസ് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോഴുള്ളൊരു വിഷമമൊക്കെ നല്ല വിഷമമായത്. ഒന്നാമത് ഇവളെ ഫാമിലി ആരെല്ലോ വിളിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഫാമിലിക്ക് ഒരു ഇഷ്യൂ അല്ലേ ഇത്. അവര് പുറത്തിറങ്ങണ ആൾക്കാരല്ലേ, അവർക്കൊരു വിഷമം ഫീൽ ചെയ്യണം ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോ. ഇവള് പറഞ്ഞ കണക്കെ ഇവള് ഇതായതാന്ന് കണ്ടിട്ടും വായിച്ചിട്ടും ഇതായി. പക്ഷെ അവരങ്ങനല്ലല്ലോ. എനിക്കിപ്പോ ശീലായി. പക്ഷെ അവർക്ക് കാണുമ്പോ ഒരു ഫീലിങ്സ് ആവില്ലേ. സിസ്റ്റേഴ്സിന് കുഴപ്പമില്ല, പക്ഷെ ഉമ്മച്ചിക്കും വാപ്പിച്ചിക്കൊക്കെ ഒരു വിഷമം. അത് ഒക്കെ നല്ല ഹേറ്റ് ആയതുകൊണ്ട് ഓള് പറഞ്ഞു ഞാൻ എല്ലാം നിർത്തിയിട്ടുണ്ടായി. ഞാൻ ഒരു വർക്കിന് പോകുന്നുണ്ടായി കമ്പനിയിൽ. എല്ലാം നിർത്തിയിട്ട് എന്താ പറയാ ഒരു ഫോണൊന്നും യൂസ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ പോകുന്നുണ്ടേ. പിന്നെ ഒന്നാമത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ വിശേഷം ഉണ്ടായതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് വെച്ച് ആരോടും പറഞ്ഞില്ല, ആരടുത്തും പറഞ്ഞിട്ടില്ല. എല്ലാം പേഴ്സണലായിട്ട് എന്താ പറയാ പബ്ലിഷ് ആക്കണം വിചാരിച്ചിട്ട് തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. പറയണ്ടെന്ന് വെച്ചിട്ടാണ് ഹൈഡ് ചെയ്തത്. ഇനിയിപ്പൊ അതിനെന്തുണ്ടാക്കി കൊണ്ടിരുന്നത് അറിയില്ലല്ലോ. പിന്നെ പേടിയുണ്ട്. ഇപ്പൊ എന്താ അറിയോ, മുട്ട കൂടോത്രം അങ്ങനത്തെ ഞാൻ വിശ്വസിക്കാത്ത ആളായിരുന്നു. പക്ഷെ എന്റെ എന്റെ ജീവിത അനുഭവത്തില് ഞാൻ അറിയാണ്ട് ഞാൻ ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ എന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാണ്ട് പലയിലും പെടും. ഞാൻ എന്റെ മനസ്സറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടോ അല്ല, എന്റെ അവസ്ഥ അങ്ങനത്തെ രീതിയിൽ പോകുമ്പോൾ ഇതെന്തോ ഉണ്ട് മറിമായാലും അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ ഒരു പേടി. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്താ പറയാ ആരെന്നുള്ള ഏത് സൈഡിൽ നിന്നുള്ള എല്ലാവർക്കും ജസ്റ്റ് ഊഹിക്കാനുള്ളൂ ആ ഒരു പേടി. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കുറെ കോൺട്രവേഴ്സീസ് ആണെങ്കിലും അല്ലെങ്കിൽ കുറെ നെഗറ്റീവ് സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ. ഇപ്പൊ മോനെ കാണിക്കുന്നില്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്ന ഫാമിലി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അത്രയും ഒരു ഇതായിട്ട് നിൽക്കുന്നത്? പ്രശ്നം മോനെ പോലും കാണിക്കാൻ അവര് സമ്മതിക്കാൻ. അതാണ് നമുക്കും അറിയാത്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോർമലി ഒരാളാകുമ്പോൾ ഇങ്ങനെ കുഞ്ഞിന്റെ വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും
നമ്മളോട് പറഞ്ഞത് സ്റ്റാർട്ടിങ് പറഞ്ഞത് എന്താ പറയാ, അതില് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത് പഴയ കാര്യം ഇപ്പൊ പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇതിട്ടെങ്കിലും ഇതിന്റെ ബാക്കിൽ പിടിച്ച് കയറുക അതില് വരും. അതുകൊണ്ട് ഈ പഴയ കാര്യം പറയാൻ ഇപ്പൊ ഒന്നാമത് താല്പര്യമില്ല. പക്ഷെ ഇനി ഒന്നുകിൽ ഇനി ഇറങ്ങിയാൽ പിന്നെ ഇതിന്റെ ബാക്കിൽ തന്നെ നടക്കാനും സമയമുണ്ടോ. നമുക്ക് എന്താ പറയാ ഒരു പിടി കാണിക്കും. ഒന്നിക്കൽ രണ്ടാളും ഒരു ഒരാഴ്ച ആടെ ഒരാഴ്ച ഇവിടെ അങ്ങനെങ്കിലും ഒരു ഇത് വെക്കാം. ഫസ്റ്റ് അല്ലെങ്കിൽ സംസാരിക്കാനോട് എന്താ അവരെ പ്രശ്നം, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മാറിയത് എന്നോട് ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുക, ഒന്ന് പറയാൻ. ഞാൻ ഏത് സ്റ്റേജിൽ നിന്ന് അവർ ഫസ്റ്റ് അറിഞ്ഞിട്ടില്ല. കുറെ കാലം ഞാൻ ഏത് സ്റ്റേജിലാണെന്നുള്ള അവർ മനസ്സിലാക്കിയില്ല ഒന്ന്. അതാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് ഇവര് പറഞ്ഞു നടക്കുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് ജോലിയായിട്ട് നടക്കുന്നു. അപ്പൊ ആര് ഹാപ്പിയായിട്ട് ജോലിയായിട്ട് നടന്നതെന്നല്ലോ പിന്നെ 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 മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓരോരാളെ കൂട്ടിയിട്ടും ഇതാക്കിയിട്ടും അങ്ങനെ ഒരു കഥ പിന്നെ ഒരാൾ പറയുന്ന കേട്ടോ നമുക്ക് പിന്നെ ഉറപ്പിക്കാൻ കഴിയില്ല. ഒരാൾ കുഞ്ഞിനെ കാണാനുള്ള ഒരുപാട് ശ്രമം നോക്കിയെങ്കിലും അങ്ങോട്ട് പോയെങ്കിലും അങ്ങനെ പല ഭീഷണി ഉണ്ടായിട്ട് ഒരു പേടി അങ്ങോട്ടേക്ക് പോവാൻ. കാരണം ഒന്നാമത് സാക്ഷികളെ കേസില്ല അല്ലേ. അപ്പൊ കോടതി തന്നെ പറയില്ലേ അവരെ സ്വാധീനിക്കാൻ പറ്റൂല എന്നൊക്കെ ഇതുണ്ടല്ലോ. എന്ത് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്ത? കുഞ്ഞിനെ വേണമെങ്കിൽ ഇനി കോടതി പോയിട്ട് എടുത്തോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണണ്ട, പിന്നെ കവറിന്റെ അടുത്ത് പോകരുത്, അവളെ പേര് പറയരുത്, കുഞ്ഞിന്റെ പേര് നീ സംസാരിക്കാൻ പാടില്ല, ഈ മീഡിയയിൽ നീ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ എന്നെ പറയുന്നു. പക്ഷെ ഈ പറഞ്ഞ എന്താ പറയാ ചാനലിൽ എല്ലാം പറഞ്ഞിടുന്നുണ്ട്. അവർക്കെല്ലാം പറഞ്ഞിടാം. പക്ഷെ അവർക്ക് തന്നെ എല്ലാ ടീമും ഉള്ളത് എന്നുള്ളൊരു ഇത് മനസ്സിലാകുന്നത്. കാരണം നമുക്ക് എല്ലാ കാര്യത്തിലും ബ്ലോക്കാണ്, ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ബാക്കിൽ പല പോലീസും DSP ഇവരൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഒന്നാമത് ഫിനാൻഷ്യലി നമ്മൾ ഞാൻ കുറെ കാലം എത്ര കൊല്ലം ഞാൻ വർക്കും കാര്യമെല്ലാം ഇതായിട്ട് 4 കൊല്ലാവാനായില്ലേ. ഇത്രയും അവരേല് പിന്നെ ഇങ്ങനെ എന്നെ തിന്നിട്ട് തന്നെ ഒരുപാട് ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അവരേല് ഉണ്ടാവും. ആരെ വിളിച്ചിട്ട് എന്തെങ്കിലും കേസിൽ വേണം ബാക്ക് പോയാൽ. എനിക്ക് ഇനി അതിനുള്ള ഫിനാൻഷ്യലി ഡൗൺ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കേസിന്റെ ബാക്കിൽ പോവാത്തത്. അതുകൊണ്ട് ചൊറക്ക് കണ്ടായിട്ടാണ് ഇപ്പൊ ഒന്ന് മിണ്ടാണ്ടിരിക്കുന്ന സൈലന്റായേക്കാം. പിന്നെ നമ്മളിപ്പം വ്ളോഗ് ചെയ്യുന്നു, നമ്മള് പേഴ്സണൽ കാര്യങ്ങൾ, നമ്മള് കോമഡി ഇങ്ങനെ പോലെ ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ഇടുന്നു പോകുന്നു. പിന്നെന്താ പറയാ, ഇങ്ങനെ ഓക്കും ഒന്നാമത് അവരെ കാര്യങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കാര്യത്തിൽ വലിയ താല്പര്യമില്ല. മനുഷ്യക്ക് അവരെ ഇത്രയും ക്രൂരമായിട്ട് ചെയ്യുന്നത് ഒരു ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ. അപ്പൊ ഏതൊരു ആളും ആണെങ്കിലും അങ്ങനത്തെ ഒരു ഫാമിലി, ഒരു സ്വന്തം ഇങ്ങനെ എന്റെ ഫ്രണ്ട് ആരവിടെ പോയാലും എന്നെ പറ്റിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടി ഞെട്ടിപ്പോ. എന്റെ അടുത്തും കാണാൻ വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആരും കുഞ്ഞിന്റെ പേരും പറഞ്ഞ് വരണ്ടാന്ന്. പിന്നെ സഫയോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കുട്ടീനെ കാണാൻ പോവാം വീട്ടിലേക്ക്. ചോദിച്ചിട്ടല്ലേ പോകാൻ പറ്റില്ല, അവർക്ക് വീട് അറിയില്ല, അവര് വീട് മാറിയിട്ടുള്ളത്. ഞാൻ പോയി സംസാരിച്ചു ഉപ്പാടുത്തും ഉമ്മാടുത്തും. അപ്പൊ അവര് പറഞ്ഞു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് വരാൻ നിക്കണ്ടാന്ന് പറഞ്ഞു. പിന്നെ വേറെന്തോ പറഞ്ഞല്ലോ എന്നോട്, പിന്നെ ഞാനാണ് കൊന്നത്. അങ്ങനെ കൊറേയൊക്കെ പറഞ്ഞു. ഞാൻ അവരെ കണ്ട പോലെ ഇപ്പം ഒന്നാമത് വെയിലും പറയുന്നില്ല, സൂക്ഷിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഓൾറെഡി ഈ മരിച്ച ശേഷം ഒരുപാട് ന്യൂസും കാര്യങ്ങളും അതും ഒരുപാട് രീതിയിൽ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ സഫയുടെ ഫാമിലി കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ വാപ്സിക്ക് അറിയില്ലായിരുന്നു. ഉമ്മച്ചി കണ്ടിട്ടുണ്ട്. അപ്പൊ ഉമ്മച്ചിയാണ് വാപ്സിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. മാനുവിന്റെ പ്രപ്പോസൽ ഞാൻ പറഞ്ഞപ്പോ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല എതിരുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമുണ്ടായില്ല. ഞാൻ പറഞ്ഞ ഈ മീഡിയയിൽ കാണുന്ന പോലെ ഒന്നും അല്ല ശരിക്കും ഉള്ള ലൈഫ്, അത് വേറെ ലൈഫ് തന്നെ. ലോങ് ഡിസ്റ്റൻസ് ആന്ന് പറഞ്ഞല്ലോ, അതായിരുന്നു കുറച്ച് പ്രശ്നം. എവിടെയാണ് സഫയുടെ വീട്? ഇവിടെ ആലുവയിലാണ് വീട് വരിക. അപ്പം അവിടുന്ന് കാസർഗോഡ് അല്ലേ, കാസർഗോഡ് എന്നുള്ളൊരു വരുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ വലിയ കുഴപ്പമില്ല. അതെ, ഞാൻ ഭയങ്കര എനിക്ക് ട്രാവൽ ചെയ്യുന്നതിന് പ്രശ്നമില്ല. അതെ, ഒരു ദൂരം ഒരു വശം പോലെ ആയിരുന്നു. ഫാമിലിയിലേക്ക് വരാണെങ്കിൽ ഫാമിലി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? അമ്മ വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മച്ചി 2 അനിയത്തിമാരുണ്ട്. അവരൊക്കെ എന്താ പറഞ്ഞ? അനിയത്തിമാരൊക്കെ എന്താ പറഞ്ഞ? അവർക്ക് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. മേനോനെ പറ്റി മുന്നേ പറയുമായിരുന്നു അവരുടെ അടുത്ത്. ഇങ്ങനൊന്നും അല്ല ശരിക്കുള്ള ലൈഫ്, നമ്മുടെ ശരിക്കുള്ള ജീവിതം അല്ല മീഡിയക്ക് മുന്നിൽ അവർ പറഞ്ഞുണ്ടാക്കിയേക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേനോന്റെ കാര്യങ്ങൾ അവർക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഉമ്മച്ചിയാണ് വീഡിയോസ് കണ്ടിട്ടുള്ളത്, ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ. വേറെ കുഴപ്പമുണ്ടായിരുന്നല്ലോ. ഇപ്പം നേരത്തെ വീട്ടിൽ പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ
അതായത് മെഹനു കൊന്നതുപോലെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരച്ഛനും അവകാശമുണ്ട് ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഫൈറ്റ് ചെയ്യാൻ നിൽക്കാത്ത എന്താണ്? ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് ഒറ്റ മാത്രമാണ്? കാരണത്തില്. അല്ലെങ്കിൽ പിന്നൊന്ന് ഞാൻ മാക്സിമം ഫസ്റ്റ് ഒക്കെ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അത് നല്ലൊരു തുക തന്നെ കൊടുത്ത് അതൊന്നും റിപ്ലൈ ഇല്ല. പിന്നെ എല്ലാരും കാണുമ്പോൾ ഏത് കാണും വലിയ ഫണ്ടാണ് ഇങ്ങനെ ഫസ്റ്റ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഫസ്റ്റ് ഒക്കെ ഉള്ളതൊക്കെ എത്രയോ ഫണ്ട് പൊട്ടിന് ഇതിന്റെ പേര് മറ്റേ ഒറ്റൊരു ഫയല് പോയിട്ട് അതെല്ലാം എനിക്ക് അത്ഭുതമായിട്ട് തോന്നും. കാരണം ലാസ്റ്റ് വരെ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത സമയത്ത് വരെ അഡ്വക്കേറ്റ് ഒരാളാണ് 5,000 സ്റ്റാർട്ടിങ് വെച്ചതാ. ഞാൻ 30,000, 40,000, 50,000, 60,000 ഓരോരാൾക്ക് കൊടുത്തിട്ട് ഇതായിട്ട് ഒറ്റ ഫയല് നീങ്ങിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞു എന്തോ കൂടോത്രത്തിന്റെ പവർ ഉണ്ട്. കാരണം ഇതെല്ലാം അത്ഭുതമല്ല, എനിക്ക് സീരിയസ്ലി അങ്ങനെ തോന്നിയത്. അത് പണ്ട് വരെ ഇത്ര കുഞ്ഞിന്റെ കാര്യമെല്ലാം നോക്കണം, എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് എല്ലാം ആക്കീന്. പക്ഷെ അതിന്റെ ഒരു റിപ്ലൈ ഇതായിട്ടാ. പിന്നെ ഒന്നാമത് ഞാൻ നല്ല എപ്പോഴും ആണെങ്കിലും ഇടക്കിടക്ക് എനിക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ കയറും, നല്ല രീതിക്ക് ഡിപ്രഷൻ ആയിട്ട്. ഇപ്പൊ കൊച്ചിനൊരു 4 വയസ്സൊക്കെ ആയില്ലേ, അപ്പൊ അവര് കഥകൾ പറഞ്ഞു കൊടുത്തേക്കുന്നത് വേറെ ടൈപ്പ് ആയിരിക്കും. കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരു ബോധം വെച്ച് തന്നെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെ കുട്ടിക്ക് അതിന്റെ അപ്പുറം പറഞ്ഞു കൊടുക്കൂലേ. വാപ്പയാണെന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവര് ചിലപ്പോ സ്റ്റോറീസ് ചിലപ്പോ നെഗറ്റീവ് ആക്കുന്നത് മെഹനുവിനായിരിക്കും. മോന്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് ശരിക്കും മെഹനുവിന്റെ അടുത്ത്? സഫ കണ്ടിട്ടില്ലേ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ മോനെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി ചോദിച്ചത്. അവര് പറഞ്ഞു അതും പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ഫസ്റ്റ് അപ്രോച്ച്? എങ്ങനെയായിരുന്നു മോൻ വാപ്പാന്നൊക്കെ വിളിക്കുന്ന ആ ഒരു കൂട്ടത്തിൽ? ആദ്യമായിട്ട് വിളിച്ചത് വാപ്പാന്നാണ്. മേനോട് ഉപ്പ പറയും ഉമ്മാനേക്കാൾ കൂടുതല് മേനുവായിട്ടായിരുന്നു കുഞ്ഞിനെ അടുപ്പം, മേനുവിനെ ഓർക്കലും അങ്ങനെയൊക്കെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്. മേനുവിന്റെ ഉപ്പ ഭയങ്കര കാര്യം പറഞ്ഞു. ഞാൻ തന്നെ അവനെ ഫുള്ള് മാക്സിമം ഓണം ഇതാക്കല്. പിന്നെ എന്താ പറയാ, രാത്രി ഇങ്ങനെ കളിക്കാണ്ടോന്ന് വെച്ച് അപ്പൊ ഞാൻ തന്നെ നോക്കല്. ഷോറ് പറഞ്ഞ കഥയെല്ലാം പറയാം. പാല് കൊടുക്കല് ഞാന് കുപ്പിപ്പാല് മറിച്ചിട്ട് പൊടി ഇളക്കിയിട്ട് വെച്ചിട്ട് ഓള് എന്തായാലും ചൂടാക്കി പൊടി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഞാൻ അങ്ങനെ കുറച്ചും കൂടി ചൂടാക്കി ഒന്ന് പൊടി ഇളക്കി രാത്രി ഉറക്കളണ്ടായിട്ട് ഒന്നാമത് ഞാൻ എഡിറ്റിങ്ങിന് ഇരിക്കുന്നുണ്ടാവും. അതേപോലെ കുട്ടിയെ നോക്കിയിട്ട് കുട്ടിയെ ബക്കറ്റിൽ മുക്കി കൊല്ലാൻ നോക്കി. ഇതൊക്കെ കേൾക്കുമ്പോല്ലേ എന്തോ പറഞ്ഞാൽ മനസ്സിലായില്ല. അത്രക്കും ഒരു ഇതാണ് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം സ്വന്തം ഉപ്പ ആണെങ്കിലും മറ്റുള്ളവരും ആണെങ്കിൽ എല്ലാവരും വിശ്വസിക്കും ഇത് ശരിക്കുള്ള കഥയാണെന്ന്. അങ്ങനത്തെ രീതിയിൽ അവര് പറഞ്ഞത്. പിന്നെ അവർക്ക് അങ്ങനെ സെന്റിമെന്റ്സ് വെച്ച് പറഞ്ഞാൽ ആരും വിഷമം. ആ സെന്റിമെന്റ്സിലാണ് ഞാൻ ഇത്രയും കാലം അവരെ കൂടെ വിശ്വസിച്ച് അവരെ കൂടെ ജീവിച്ചത്. അതേ കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. എന്നെയും പണ്ട് പറഞ്ഞത് നീ നമ്മളെ മരുമോനല്ല, നീ മോനാണ്, നമ്മളെ മോനാണ്. ഇന്ന് അങ്ങനെ പല ആളെയും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ശങ്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം ആ സമയത്ത് ഇവര് ഓരോ കഥകളും നാട്ടിലങ്ങനെ കുറെ എതിർപ്പും കാര്യങ്ങളിലും വന്നിനി. അതെല്ലാം പറയും ഞാൻ ഒന്നും വിശ്വസിക്കാം, ഞാൻ ഇവരോ അതേ കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് തന്നെ പറഞ്ഞു നടക്കുന്നു. അതില് സ്വന്തം അനുഭവത്തില് മനസ്സിലാവും ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ. എല്ലാം ഞാൻ പിന്നെ ആ കഥയെല്ലാം വിട്ട്, എല്ലാം മാറ്റർ വിട്ട്. പിന്നെ എങ്ങനെ എത്തിയെന്നറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ കാര്യം. പിന്നെ കഴിഞ്ഞത് കഴിഞ്ഞ്. പിന്നെ ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ഒന്നും ലൈഫിലേക്ക് വേണ്ട. ഞാൻ കുറേ പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ നോക്കി. സത്യം പറഞ്ഞാൽ കുറേ പ്രാവശ്യം. എങ്ങനെ ലാസ്റ്റ് ഇതിലേക്ക് എത്തിയറിയില്ല. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തെല്ലാം ഇവരായിരിക്കുന്നത് ഞാൻ എന്തോ ചെയ്ത് നടക്കുന്നത്. ഇവരെ ഓൾറെഡി വിഷമത്തില്ലല്ലേ, ഇതും അറിയിക്കണ്ടായിട്ട് എന്റെ ഫാമിലി പറഞ്ഞിട്ടില്ല. എന്ത് അവര് വിളിച്ചു പറഞ്ഞിട്ടില്ല മേനു ഇങ്ങനത്തെ സ്റ്റേജിലാണ്, ഇങ്ങനെയാണോ പ്രാന്തങ്ങൾ ഏൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കളിക്കുന്നതായിട്ട് ഒരു ദിവസം ഫാദർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കണ്ട ദിവസം റെഡി ആവായിരിക്കും. ഫാദർ വിളിച്ചു പറഞ്ഞു കുട്ടീനെ ഒന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുതരാ പറഞ്ഞു ഇങ്ങോട്ട് വീട്ടിലേക്ക്. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു ഒന്ന് കുട്ടീനെ ഒന്ന് കൊണ്ടുവന്നെങ്കിൽ നമ്മള് നാളെ കൂട്ടാൻ വരാം. അപ്പൊ വേണ്ട 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം നിങ്ങളെ എന്നിട്ട് കട്ട് ചെയ്തു. പിന്നെ ഫോൺ എടുക്കുന്നുണ്ടായിട്ട. പിന്നെ ഇടക്ക് ഇങ്ങനെ എന്നെ പെങ്ങള് വിളിച്ചു കഴിഞ്ഞിട്ടാകുമ്പോ എന്നെ ആപ്പേക്ക് ഞാൻ ഇങ്ങനെ പ്രാന്തം കളി കളിക്കുമ്പോൾ എന്തല്ലോ ഞാൻ എന്തെല്ലോ കളിക്കാൻ ചങ്കിന് കയറിട്ട് തൂങ്ങതാക്ക. അത്രക്കും പ്രാന്തം. എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ താല്പര്യം ഉണ്ടായിട്ട. തീരെ താല്പര്യം ഉണ്ടായിട്ടാ. ആടുന്ന് എങ്ങനെ റിക്കവർ എത്തിയെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഭയങ്കര കഥ. ഈ സൂയിസൈഡ് ടെൻഡൻസി വരാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ശരിക്കും ഇങ്ങനെ കോൺട്രവേഴ്സീസ് കേട്ടത് കൊണ്ടാണോ അതോ വൈഫിനെ ഞാൻ കൊന്നതാണെന്നുള്ള സാധനം പറയുന്നോണ്ടാണോ എന്നാണ് ശരിക്കും അങ്ങനൊക്കെ ഒരു തോന്നല്? കാരണം സൂയിസൈഡ് ഒന്നിനും പരിഹാരമല്ല ആക്ച്വലി. പുറത്തുള്ളവര് പറയുന്ന സീനില്ല, അവളെ ഫാമിലി പറയുമ്പോ ഭയങ്കര അങ്ങനെ കൊണ്ടുവരും. ഞാൻ പറഞ്ഞില്ലേ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്
അങ്ങോട്ട് എത്താൻ താല്പര്യമില്ല സത്യം പറഞ്ഞ. വേറെ ആര് പറഞ്ഞാലും പ്രശ്നമില്ല. അവര് പറയും ഭയങ്കര ഫീൽ നിനക്ക്. അവർക്കറിയാം എന്നെ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഞാനൊന്നും എന്നിട്ട് വരെ ഓപ്പുറത്ത് പോയിനി എല്ലാം. ഞാൻ അവരടുത്തൊന്നും പറഞ്ഞില്ല, നെഗറ്റീവ് പറയാൻ നിന്നില്ല, ഒന്നും പറയാൻ നിന്നില്ല. എന്ത് തെറ്റുണ്ടാലും ഞാൻ മിണ്ടാണ്ടിരിക്കും. എല്ലാം എന്നെ ഇത് കൂട്ടിക്കൊടുത്ത് നീ അങ്ങനെ ആക്കി. ഇപ്പൊ ഏതെങ്കിലും ഒരു യഥാർത്ഥ വൈഫാണ് ഹസ്ബൻഡ്, ഏതൊരു ബോയ്സ് ആണെങ്കിലും ഒരു ബോയ്സ് ഒരു ഓനക്കൊരു ലവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈഫ് ആയിക്കോട്ടെ, എങ്ങനെയാണ് അവന്റെ വൈഫ് മറ്റൊരു ബോയ്സിനോട് അറ്റാച്ച്മെന്റ് കാണിക്കുമ്പോൾ എന്തായാലും ദേഷ്യം വരും. ഏകദേശം പബ്ലിക് നമ്മൾ പറയും നമുക്ക് എത്ര ലൈക്കാന്നില്ല, അങ്ങനെ അവനോട് ഇതാക്കണ്ട, നമുക്ക് ആ ഒരു ഈഗോ ഉണ്ട്. ഐ മീൻ അങ്ങനെ അധികം ഒരു സംസാരിക്കുക ഫ്രണ്ട്സും ഒക്കെ. പക്ഷെ ഒരാളോട് പെട്ടെന്ന് ഓൺ അറ്റാച്ച്മെന്റ് കാണുമ്പോഴും ഭയങ്കര തെളിവായിട്ട് ഓരോ സംഭവം വരുമ്പോൾ ഡൗട്ട് നമ്മുടെ സാധനം കൊടുക്കില്ല. അങ്ങനെ കാണുമ്പോ എന്നിട്ട് നമ്മളില്ല എന്റെ ഫാമിലിയോട് ഒരു കാര്യമായിട്ടൊരു പണിട്ട. അതുകൊണ്ടാണ് ഇന്നും അവര് പറഞ്ഞു നീ അന്നെന്ത് പറയുന്നേ, അന്ന് ഒഴിവാക്കാനില്ല, അന്ന് ഒഴിവാക്കാൻ എനിക്ക് ഇന്ന് ഈ പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഒഴിവാക്കണം മനസ്സിലായില്ല. എന്നിട്ട് ഓളെ ഫാമിലിക്കാരൻ നീ കാല് പിടിച്ചിട്ടുണ്ട്, ഇനി ഇതുണ്ടാവും ഓളെ ഫാമിലി അത്ര കണ്ട നീ പോല ഇതാക്കണ്ട. എന്നിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ ഇതാക്കിയില്ല. എന്നിട്ട് പിന്നെയും അവർ കോണ്ടാക്ട്സ് ഉണ്ട് എന്ന് പറയുമ്പോ ഭയങ്കര ഓർ വന്ന അതിന് പിന്നാന്നോള് ഈ സംഭവം ഇങ്ങനെ ചെയ്യണം, അവിടെ വന്ന് മീറ്റ് ആക്കുന്ന. പക്ഷെ എന്നോട് എല്ലാം പറഞ്ഞിനി അന്ന് നല്ല വിഷമം ഉണ്ടായിനി, ഒരു സംസാരം ഉണ്ടായിന് അതിനെ പറ്റി. എന്നിട്ട് മാപ്പ് വന്ന് ഓക്കെ ആവാൻ കുറച്ച് ടൈം എടുത്തു. അതുവരെ ഞാൻ ആടുത്ത് മുണ്ടിയിട്ടില്ല, അവിടെ സംസാരിക്കാൻ പിടിക്കാൻ ഞാൻ പോയിട്ടില്ല. പിന്നെ അവരെന്നെ അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഒരാൾ ഉണ്ടായിനി, ഓനായിരിക്കും ഓന് കുറെ കാലം ചെക്കന് നമ്മള് ഫോളോ ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിട്ട് കുറെ വന്നിനി. ഫാദറിനോട് ഞാൻ പറഞ്ഞു കേസ് കൊടുക്കുക ഇതാക്കാം. അപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷൻ പറഞ്ഞു നീ തന്നെ ഒരു കംപ്ലൈന്റ് തന്നാൽ, കാസർഗോഡ് അന്നേരം ഉണ്ട് ബ്രദർ എന്റെ കൂടെ വന്നിന് ആ സമയത്ത്, ഓന്റെ പേരിൽ കേസ് കൊടുക്കാൻ. അതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ അവര് ഫ്രണ്ട്, ഇപ്പൊ അവര് ബെസ്റ്റ് എന്തോ അത് വല്ല ക്യാഷിന്റെ മറിമായായിരിക്കാം, പൈസന്റെ മറിമായ എനിക്ക് തോന്നാണ്. അതെല്ലാം പെട്ടെന്നൊരു മറിമായ കാണുമ്പോ ഭയങ്കര അത്ഭുതം. പിന്നെ ഞാന് അവരെങ്ങനെ ഇതായി അങ്ങനെ എല്ലാം ആയിട്ടാകുമ്പോ പിന്നെ ഞാൻ ഓളെ കോണ്ടാക്ട് ചെയ്യുമ്പോ അധികം ഓളെ കാണാൻ വരുമ്പോ ഇതാക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്, കുറച്ച് സമയത്ത് സംസാരിക്കും. അപ്പൊ മൈൻഡ് മൊത്തം വേറെ ഒരു നോർമൽ ഇതിലേക്ക് പോകും. പിന്നെ ഞാൻ ആ ഒന്നും ഓർക്കെല്ലാം മാക്സിമം എന്തൊക്കെയോ എടുത്ത് കഴിച്ച് ഞാൻ മരിക്കാൻ വേണ്ടി ഗുളിക എല്ലാം എടുത്ത് കഴിച്ചിട്ട് പിന്നെ ഭയങ്കര മറവി ശക്തിയായിപ്പോ, എന്ത് തൊട്ടതും വെച്ചതൊക്കെ മറവിയായിപ്പോ. പിന്നെ എന്താ പറയാ എന്തെല്ലോ പറഞ്ഞു ഞാൻ ഈ ഡ്രഗ്സ് കള്ളു കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കും ഇതാക്കും. അതെല്ലാം ഓരോ ഫാമിലി ചെയ്യുന്ന കാര്യങ്ങള്. എന്റെ ഓളെ വന്നിട്ട് എന്റെ വൈഫിനെ ഒരുത്തം വന്നിട്ട് കോളർ പിടിച്ച് ഞാൻ നോക്കിക്കണം, ഏതോ ഒരുത്തം വന്നിട്ട് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായെല്ലാം നേരെ ഉൾട്ടാക്കിയിട്ട് അവർ സംസാരിച്ചു. അതെല്ലാം എനക്കറിയുന്ന കാര്യമല്ല, എന്റെ കൺമുന്നിൽ ഉണ്ടായ സംഭവമല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർക്ക് വേറെന്തോ ഉദ്ദേശം ഉണ്ടാവും. മനസ്സിലാവുന്നില്ല എനിക്ക് എന്താണ് ഇതുവരെ, എന്തുകൊണ്ടാണ് മാറിയത്, എന്താണ് ഇങ്ങനെ കളിക്കുന്നത്. കുട്ടീനെ അനക്ക് വേണം നമുക്ക് വേണം, അല്ലെങ്കിൽ കുട്ടീനെ നമുക്ക് വിട്ടുതരാൻ പറ്റൂല എന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ഇതാക്കാനും നമുക്ക് അത്ര ഇതുണ്ടെങ്കിൽ കുറച്ചു കാലം നമുക്ക് കാണാം, കുറച്ചു കാലം എന്തായാലും നമ്മൾ വേർതിരിപ്പിക്കൂലല്ലോ ഒരിക്കലും. അങ്ങനെയല്ലോ എന്താണ് അവരെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും ഒരു ഇതിലേക്ക് എത്തിയതെന്നും അവരങ്ങനെ വായിച്ചരിച്ച് പറയാനുള്ള ഒരു കാരണം എന്താണെന്നുള്ള എനിക്ക് സത്യം മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഓരോ തെറ്റ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കണമല്ലോ. ഐ മീൻ എന്റെ മനസ്സാ സമയത്ത് ഏതൊരു ആണാണെങ്കിലും മനസ്സിലാവും. ഓനത്രി ഏത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒരു പാർട്ട്ണർ എന്തെങ്കിലും ഒരു തെറ്റ്, ഐ മീൻ വേറൊരാളെ നമ്മളെക്കാളും സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോ അവരെ ചോരയിൽ ഓടുന്നത് എന്താണെന്നുള്ള മനസ്സിലാവും ആൾക്കാർ. ആ ഒരു സാധനം മാത്രം എനിക്ക് ഉണ്ടായിട്ടു, അത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ ചോദിച്ചിനി. അപ്പൊ ഫോട്ടോ വീഡിയോ എന്തെല്ലോ വെറൈറ്റി കാണുമ്പം ഫുള്ള് ടറൈന് ഞാൻ ഭയങ്കര വിഷമമായി. ഈ കാര്യങ്ങളൊന്നും ഫ്രണ്ട്സിനോട് ആരോട് ഷെയർ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഓൾ തന്നെ അല്ലല്ലോ, ആരുമില്ല. ബെസ്റ്റ് ഫ്രണ്ടോ ഒരാള് പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരാളെങ്കിലും ഉണ്ടായിരുന്നു ഷെയർ ചെയ്തിരുന്നെങ്കിൽ അങ്ങനൊക്കെ വിശ്വാസം അങ്ങനെ ഇല്ല. നാട്ടില് ഒരു ചെക്കനുണ്ട്, ഒരു പയ്യനുണ്ട്. ഞാനും കുറച്ച് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത് പുറത്തു പറഞ്ഞാല് മരിച്ച ഒരാളല്ലേ, അമ്മ എന്തിനാ അവരെ നെഗറ്റീവ് ആക്കിയിട്ട് ഇടണം എന്നുള്ളൊരു ഇത് പറഞ്ഞുകൊണ്ടാണ്
ഇതുവരെ എനിക്കൊന്ന് ഞാൻ ചെക്കന് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നെഗറ്റീവ്സ് വന്നപ്പോ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാത്ത എനിക്ക് വന്നിട്ട് നെഗറ്റീവ്സ് എന്നാ പിന്നെ തെറ്റ് ചെയ്തവരെ നമ്മ തെറ്റുള്ള രീതിയിൽ തന്നെ കാണിക്കാ പുറത്തിടാന്ന് പറഞ്ഞിട്ട് മേനു സമ്മതിക്കാത്തത്. ഇനി അന്നെ പറഞ്ഞ സീനില്ല പോട്ടെ, അന്നെ എന്തുവാണ് പറഞ്ഞിട്ട് ഇതാക്കാം. ഞാൻ ആ മൈൻഡ് എടുക്കും, എന്റെ മൈൻഡ് കല്ലായി. എനിക്കൊരു എന്ത് എന്നോട് ആരും എന്ത് വന്നിട്ട് പറഞ്ഞാലും എനിക്ക് വലിയ ഇഷ്യൂ ഒന്നുമില്ല. എത്ര ആള് ഇപ്പം നേരിട്ട് എന്നോട് ഇന്നവരെ എന്റെ ഈ പ്രശ്നം കഴിഞ്ഞ് ഇതുവരെ നേരിട്ട് ഒരാള് അങ്ങനത്തെ ഒരു വർത്താനോ അല്ലെങ്കിൽ എനിക്കൊരു ബാഡ് എന്ന രീതിയിൽ എന്നോട് ഒരാൾ ടോക്ക് ചെയ്തിട്ട് ഇതുവരെ നേരിട്ട് ആള് പോയാലും നല്ല രീതിയിൽ എന്നൊരു ബഹുമാനത്തോടെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കലും പിടിക്കലും നല്ല സമാധാനിപ്പിക്കലും ഇതുവരെ അങ്ങനെയാണെന്നുണ്ട്. പിന്നെ എന്നെ പറയുന്നതില് പറഞ്ഞോട്ടെ, പ്രശ്നമില്ല, എന്ത് കഥയും നമുക്ക് അറിയാം. പിന്നെ വിധി അത് നമുക്ക് തള്ളാൻ കഴിയില്ലല്ലോ, നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവാം. അല്ലാണ്ട് ഞാനിപ്പോ പറഞ്ഞു വിചാരിച്ചിട്ട് ഇത്രയും കാലം ഉണ്ടായിട്ട് പോവോ? ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയിപ്പം എന്താ പറയാ, ഒരു പേപ്പർ ചുറ്റിക്കുത്തിട്ട് ഇസ്തിരിട്ടിട്ട് എന്തായാലും ഒരു വളവുണ്ടാവും. അതിന് മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് പോട്ടെ. ഈ ഫസ്റ്റ് കണ്ട സമയത്തൊക്കെ ഒരു എങ്ങനെയായിരുന്നു മെഹനു ഉണ്ടായിരുന്ന ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആയിരുന്നോ അതോ എങ്ങനെയായിരുന്നു സഭ? ആ സമയത്ത് കുറച്ച് ഡൗൺ തന്നെയായിരുന്നു. ആ. എപ്പോ വിളിച്ചാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴും പറയും. ലൈഫിനെ പറ്റിയാണെങ്കിലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു ആ സമയത്ത്. എന്താണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുക? കൂടുതല് ഫസ്റ്റ് അങ്ങനെ നെഗറ്റീവ് എന്തുണ്ടായിരുന്നോ അങ്ങനെ ഒന്നും പറയലുണ്ടായില്ല. നോർമലി ഇവരെ എങ്ങനെ സ്നേഹിച്ചതെല്ലാം പറയുമായിരുന്നു. കുഞ്ഞിന്റെ കാര്യങ്ങൾ എപ്പോഴും പറയും. അപ്പൊ ഞാൻ പറയാം, ആ കൊച്ചിനെ കൊണ്ടുപോവാ, ഇങ്ങോട്ട് വാ, കാണാലോ, അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു. പിന്നെ നമ്മുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എന്താ ഇവരുടെ ലൈഫിലും ശരിക്കും ഉണ്ടായതെന്ന് പറഞ്ഞു തന്നേക്കുന്നത്. അത്രയും നാൾ അവളെ നെഗറ്റീവ് ആക്കിയിട്ട് ഇതുവരെ എന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. അതിനുശേഷം എനിക്ക് കുറെ എവിഡൻസ് കാണിച്ചു തരാം. ഞാനാ പിന്നെ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. മേനു ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് എല്ലാവരും അറിയിക്കണം, നമുക്കുള്ള നെഗറ്റീവ് നമുക്ക് മാറ്റാന്നുള്ള രീതിയിൽ ഞാനാ പറഞ്ഞുകൊണ്ടായത്. അത് സമ്മതിക്കാറുണ്ടായില്ല.